ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 5 മെയിൻ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻഡ് വെരി സിംപ്ലി. അതായത് ഏതൊരു കോമൺ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിൽ 5 പ്രധാനപ്പെട്ട മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് ഹൗ ബിസിനസ് കോമ്പീറ്റ് ഇൻ ഇൻഡസ്ട്രി. അതായത് ഒരു ബിസിനസ് നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻഡസ്ട്രിയിലായിരിക്കും. ഏതൊരു ബിസിനസ് ആയാലും നിങ്ങൾ എടുത്തു നോക്കുക. ഇപ്പം നമ്മുടെ ജിയോനെ എടുത്തു നോക്കുക. ജിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെലികോം സെക്ടർ ഇൻഡസ്ട്രിയാണ് അല്ലേ. അതേപോലെ തന്നെ ആ സെക്ടറിലുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഏത്? വോഡാഫോൺ ഐഡിയ, BSNL, അതുപോലെ തന്നെ എയർടെൽ. ഇനി നമുക്ക് മറ്റൊരു സെക്ടർ എടുത്ത് നോക്കാം. ഇപ്പം ബാങ്കിങ് സെക്ടർ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ബാങ്കിങ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ കേസിൽ HDFC ബാങ്ക് വരുന്നുണ്ട്, IDFC ഫസ്റ്റ് ബാങ്ക് വരുന്നുണ്ട്, ICICI ബാങ്ക് വരുന്നുണ്ട്, പിന്നെ ഒരുപാട് ഗവൺമെൻറ് ബാങ്ക് SBI, കനറ ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകളും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സെക്ടറിലും ഒരുപാട് കമ്പനീസ് ഉണ്ടാകും. സോ ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ കമ്പനീസ് അല്ലെങ്കിൽ ആ സെക്ടറിലുള്ള കമ്പനീസ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിലാണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ സംസാരിക്കുന്നത്. ഓക്കെ, അഫക്ട്സ് പ്രൈസിങ്, പ്രോഫിറ്റ്, കോമ്പറ്റീഷൻ ആൻഡ് കസ്റ്റമർ ചോയ്സസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ടെലികോം ഇൻഡസ്ട്രിയിൽ 3 ജയൻറ്റ് പ്ലെയേഴ്സാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അവർ എങ്ങനെ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അവരുടെ സർവീസിന് ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് അവർ കൺസിഡർ ചെയ്യേണ്ടത് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെയാണ്. അപ്പോൾ ആ മാർക്കറ്റ് സ്ട്രക്ചറിലുള്ള ഓരോ കമ്പനീസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് അവർക്കൊരു പ്രൈസിങ് പോളിസി എടുക്കണമെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇത് മനസ്സിലാകണം. അതുപോലെ തന്നെ എത്ര പ്രോഫിറ്റ് കൂട്ടി പറയണം അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് കുറയ്ക്കണം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കണ്ടെങ്കിൽ അവർക്ക് ഈ സംഭവം കൃത്യമായിട്ട് അറിയണം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഉണ്ടല്ലേ, കോമ്പറ്റീഷൻ എത്രത്തോളം ഹൈ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ലോ ആണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ കസ്റ്റമേഴ്സിന് ഒരു ചോയ്സ് ആണ്. അപ്പോൾ കസ്റ്റമർ ഏത് വാങ്ങണം, അല്ലെങ്കിൽ വില കൂടിയത് വാങ്ങണോ, അല്ലെങ്കിൽ വില കുറഞ്ഞിട്ട് കിട്ടുമോ, നല്ല ക്വാളിറ്റിയിൽ കിട്ടുമോ എന്നൊക്കെ കമ്പയർ ചെയ്ത് വാങ്ങണമെങ്കിൽ അവർക്ക് ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഒന്ന് അറിയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ പിന്നീട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഈ മാർക്കറ്റ് സ്ട്രക്ചർ കൃത്യമായിട്ട് അറിഞ്ഞാൽ അവർക്ക് നിക്ഷേപം നടത്തുമ്പം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിയിൽ കൂടുതലായിട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റിയും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു ഗ്രാഫ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം പോലെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ പ്രധാനമായിട്ട് വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഒലിഗോപോളി വരുന്നുണ്ട്, മോണോപോളി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡുവോപോളിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താ പറയുക, ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും, അതായത് ഒരുപാട് ആളുകളുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്, ജസ്റ്റ് നമ്മളൊന്ന് പറയുന്നേ ഉള്ളൂ. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റിൻ്റെ അത്രയും ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം ഉണ്ടാകും. ഇനി ഒളിഗോപോളിയുടെ കേസിലാണെങ്കിലോ 3 മുതൽ 6 മേജർ ഫേംസ് ആണ് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഇന്ത്യയിലെ കേസിലെ എക്സാമ്പിളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ ഒരു മേഖല താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോണോപോളി എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഡോമിനൻറ്റ് സെല്ലറാണ്. ഡുവോപോളി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 2 മേജർ സെല്ലറേ ഉണ്ടാവും. ഇനി നമുക്ക് നേരെ ഓരോന്നും വ്യക്തമായിട്ട് എടുത്ത് നോക്കാം. അതിനു മുമ്പ് വൈ യു ഷുഡ് വാച്ച് ടിൽ ദ എൻഡ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം എന്ന് പറയുന്നതിൻ്റെ റീസൺ പറഞ്ഞുതരാം. അണ്ടർസ്റ്റാൻഡ് ഹൗ കമ്പനീസ് റിയലി ഓപ്പറേറ്റ് ബിഹൈൻഡ് ദ സീൻസ്. ഒരു കമ്പനി അതിൻ്റെ പിൻവാതിലിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. പിന്നെ യു വിൽ ലേൺ വിത്ത് സിമ്പിൾ എക്സാമ്പിൾസ് ഫ്രം ബ്രാൻഡ്സ് യു നോ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം ഇന്ത്യയുടെ കേസ് സംസാരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വളരെ മേജറായിട്ടുള്ള കമ്പനീസിനെ എക്സാമ്പിൾ സഹിതം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫൈനൽ സ്ലൈഡിൽ നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ നോളജ് റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും കൂടി നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. മെനി സെല്ലേഴ്സ് ഓഫറിങ് ദ സെയിം പ്രോഡക്റ്റ്. ഒരേ സാധനം തന്നെ ഒരുപാട് ആളുകൾ കൊടുക്കും.
ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈസ് ഏകദേശം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ നോ പ്രൈസ് കൺട്രോൾ ആയിരിക്കും. മാർക്കറ്റ് സെറ്റ്സ് ദ പ്രൈസ്. അതായത് ഒരു പ്രൈസ് നമുക്ക് അധികവും ആക്കാൻ പറ്റില്ല, എന്നാൽ കുറയ്ക്കാനും പറ്റില്ല. കുറച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും, അധികമാക്കിയാൽ ആളുകളൊന്നും നമ്മുടെ സാധനം വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ഇതിൽ വളരെ നല്ലൊരു എക്സാമ്പിളാണ് ലോക്കൽ വെജിറ്റബിൾസ് ഓർ ഗ്രെയിൻ മാർക്കറ്റ്സ്. അതായത് നമ്മൾ സൈഡിൽ കാണുന്ന നമ്മളെ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഫ്രൂട്ട്സ് വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കച്ചവടക്കാരൊക്കെ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി പ്രൊഡക്റ്റ് ടൈപ്പിൽ നല്ല വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്, ഇനി അടുത്ത് നോക്കാം. നമ്മളിവിടെ ജസ്റ്റ് ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാത്തിനും നമ്മൾ പിക്ചർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നോക്കാം. മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മെനി സെല്ലേഴ്സ് വിത്ത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്. ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാകും, പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അത്ര സെല്ലർ ഉണ്ടാവില്ല, എന്നാൽ ഇതിലും കുറച്ച് അധികം സെല്ലർ ഉണ്ടാകും. ഇതിൻ്റെ വളരെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ചായപ്പൊടി എടുക്കാം. ചായപ്പൊടി തന്നെ AVT എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ടാറ്റ ടീ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ലാബൽ എന്നൊക്കെ പറഞ്ഞ പല കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സോപ്പിൻ്റെ കാറ്റഗറിയിൽ വരുമ്പം റെക്സോണ, മെഡിമിക്സ്, ക്യൂട്ടി, അല്ലെങ്കിൽ ലൈഫ് ബോയ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിംസിലൊക്കെ വരുന്ന സെയിം കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് ഒക്കെയാണ് ഈ മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്നത്. ഓക്കെ, മെനി സെല്ലേഴ്സ് വിത്ത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. സോപ്പ് തന്നെയാണ്, പക്ഷേങ്കിൽ ഡിഫറെൻറ്റ് ബ്രാൻഡ്, ഡിഫറെൻറ്റ് നെയിം, ഡിഫറെൻറ്റ് സ്മെൽ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ് ക്രിയേറ്റ് യൂണീക്നെസ്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ വരുമ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ഇത് ശക്തമായിട്ട് അറിയപ്പെടും ഈ ഒരു പ്രോഡക്റ്റ് അല്ലേ. ഇപ്പം ബിസ്ക്കറ്റിൻ്റെ കേസിൽ തന്നെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ട്, ഓറിയോ ഉണ്ട്, അല്ലെങ്കിൽ ജിം ജാം ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് സംഭവം, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ എക്സാമ്പിൾ കഫേസ്, ക്ലോത്തിങ്സ്, ടൂത്ത് പേസ്റ്റ് ബ്രാൻഡ് എക്സെട്ര. ഇനി മൂന്നാമത്തത്, ഓക്കെ, മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്മാർട്ട് ഫോൺ, ഐഫോണും ഉണ്ട്, സാംസങ് ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്, കൊക്കക്കോള, പെപ്സി. പിന്നെ ക്ലോത്തിങ് കാറ്റഗറിയിൽ സാറ ഉണ്ട്, H&M ഉണ്ട്, അതുപോലെ തന്നെ ടാക്സിയിൽ ഓലയുണ്ട്, ഊബർ ഉണ്ട് അല്ലേ. ഇനി ഒലിഗോപോളി. ഒലിഗോപോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ടിപ്പിക്കലി 3 മുതൽ 6 മേജർ ഫേംസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു കൺട്രിയുടെ കേസൊക്കെ പറയുകയാണെങ്കിൽ അത്രയും ഉണ്ടാവുക. ഐദർ സിമിലർ ഓർ ഡിഫറെൻറ്റ്. ഓക്കെ, സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഹൈ ഇന്റർഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഇതിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഒലിഗോപോളിയിൽ വരുന്ന കമ്പനീസ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മറ്റ് അവരുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ തന്നെ വരുന്ന കമ്പനീസ് എങ്ങനെയാണോ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിനെ നോക്കിയിട്ട് അവരെപ്പോഴും ഈ പ്രൈസ് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ആ പ്രൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇവർക്കും ആ ഒരു പ്രൈസ് കൂട്ടുകയും കുറയ്ക്കേണ്ടതായിട്ടും വന്നേക്കാം. കാരണം മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഒലിഗോപോളിയിലുള്ള ഒരു കമ്പനി ശക്തമായിട്ട് പ്രൈസ് കുറച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കമ്പനിയും ചിലപ്പം പ്രൈസ് കുറയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം അല്ലേ. അപ്പോൾ ഫ്യൂ ലാർജ് ഫേംസ് ഡോമിനേറ്റ് ദ മാർക്കറ്റ്. പ്രൈസസ് ഓഫൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. എക്സാമ്പിൾ ടെലികോം, എയർലൈൻസ്, ഓയിൽ. ഇപ്പം ജിയോ എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പം, അല്ലെങ്കിൽ ജിയോൻ്റെ സിം വന്ന സമയത്ത് ജിയോ എല്ലാത്തിൻ്റെയും അവരുടെ പ്ലാനിൻ്റെ പൈസ ശക്തമായിട്ട് കുറച്ചപ്പം അതിൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കമ്പനീസായ എയർടെൽ, വോഡാഫോൺ, പിന്നെ ഏതാ BSNL ഒക്കെ ശക്തമായിട്ട് പൈസ കുറയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതാണ് ഈ ഒലിഗോപോളിയിലൊക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നാലാമത്തത് മോണോപോളിയാണ്. മോണോപോളി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഒരു മേജർ സെല്ലർ, വൺ സെല്ലർ ഈസ് ഈക്വൽ ടു ടോട്ടൽ മാർക്കറ്റ് കൺട്രോൾ. അത് ഒരു സെല്ലറേ ഉണ്ടാകും. ഇപ്പം വളരെ എക്സാമ്പിൾ എന്താ പറയുക, നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ ഇന്ത്യയിലെ IRCTC എന്ന് പറയുന്നത്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് സർവീസ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ റെയിൽ സർവീസ് നമ്മളൊരു ശക്തമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന അതും കിടിലാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് ഇതിനുള്ളത്. ഇപ്പം ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ എക്സാമ്പിൾ വേണമെങ്കിലോ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിനെ പറയാം. കാരണം ഓൾമോസ്റ്റ് 90% സെർച്ച് എഞ്ചിന്, ഗ്ലോബൽ സെർച്ച് എഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഗൂഗിളിലൂടെയാണ് ആളുകൾ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത്. സോ നമുക്ക് ഗൂഗിളിനെ വേണമെങ്കിൽ പറയാം. ഇനി മൈക്രോസോഫ്റ്റ് ഒരു പരിധി വരെ വേണമെങ്കിൽ പറയാം, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നോ കോമ്പറ്റീഷൻ, ഫുൾ പ്രൈസിങ് പവർ. എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഈ ഒരു കാറ്റഗറിയിൽ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമുക്ക് ഡുവോപോളി. ഡുവോപോളി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 2 മേജർ സെല്ലേഴ്സ്. അത് പ്രധാനമായിട്ടും 2 സെല്ലറെ ഉണ്ടാകും. സിമിലർ ഓർ സ്ലൈറ്റ്ലി ഡിഫറൻഷിയേറ്റഡ്.
ഇപ്പം എക്സാമ്പിൾ പറയാം, നല്ലൊരു എക്സാമ്പിളാണ് സൊമാറ്റോയും സ്വിഗ്ഗിയും. ഇന്ത്യയിലുള്ള സൊമാറ്റോയും സ്വിഗ്ഗിയും ഒരേ സർവീസ് കൊടുക്കുന്നതാണ്. ഇന്ത്യയിൽ മേജർ പ്ലെയർ ആണ്. അവരെ വെല്ലാൻ വേണ്ടിയിട്ട് ഒരു ഒട്ടുമിക്ക പ്ലെയേഴ്സും ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അവരുടെ ഒരു ലെവലിൽ സാധനം അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു ആപ്പ് അങ്ങനെ ഇല്ല ഇന്ത്യയിൽ കറൻ്റ്ലി അല്ലേ. അപ്പോൾ അതൊരു ഡുവോപോളിക്ക് നല്ലൊരു എക്സാമ്പിളാണ്. ഇനി ഗ്ലോബലി ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കോക്ക് വേഴ്സസ് പെപ്സി നമുക്ക് പറയാം. വിസ വേഴ്സസ് മാസ്റ്റർ കാർഡും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സ്ട്രോങ് റിവാൽറി ഓർ സൈലന്റ് പ്രൈസ് കോർഡിനേഷൻ. അപ്പോൾ അവരൊക്കെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് അവരൊരു കാർട്ടലായിട്ട് വേണമെങ്കിൽ അവർക്ക് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അവർ ഒരു കമ്പനി നല്ല ശക്തമായിട്ടുള്ള പ്രൈസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റേ കമ്പനിക്കും കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഈ 2 പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പൈസ ഇവർക്ക് എന്താ പറയുക ചാർജ് ചെയ്യാൻ പറ്റും. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ബേസിലായാലും അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ബേസിലായാലും കൂടുതൽ റവന്യൂ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി നഷ്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടി ഒരുപാട് ആളുകൾ അതിൻ്റെ എന്താ പറയുക ആ കമ്പനി വാങ്ങിക്കൂട്ടുന്നത്. ഓക്കെ, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 2 ലക്ഷം കോടിക്ക് അടുത്തുണ്ട്. അതിൻ്റെ PE റേഷ്യോ എന്നൊക്കെ പറയുന്നത് വളരെ ഹൈ ആണ്. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഫൈനാൻഷ്യൽ റേഷ്യോസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരൊരു കാർട്ടൽ ഫോർമേഷൻ, അതായത് കൈ കൊടുത്തുകൊണ്ട് അവർക്ക് പൈസ കൂട്ടാനും കുറയ്ക്കാനുമുള്ള പ്രോബബിലിറ്റിയും പോസിബിലിറ്റിയും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് സഹിക്കേണ്ടതായിട്ടും വരും. എൻ്റെ ഒരു ക്വിക്ക് സമ്മറി ആയിട്ട് പറയുകയാണ്, എല്ലാം ഇൻ ഓൾ 5 in 1 view. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ്ലി മെനി സെല്ലേഴ്സ് സെയിം പ്രോഡക്റ്റ്. ഒരുപാട് സെല്ലർ ഉണ്ടാകും, സെയിം പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഏരിയാസിലും എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാകും ഒരുപാട് ആളുകൾ പച്ചക്കറിയും പഴങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രത്തോളം മാർക്കറ്റാണ് അവിടെ ഉള്ളത്. മിനി സെല്ല് സെയിം പ്രോഡക്റ്റ്, പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. മോണോപോളിസ്റ്റിക്കിൽ മിനി സെല്ലേഴ്സ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്, പക്ഷേ പെർഫെക്റ്റിൻ്റെ അത്ര വരില്ല. ഒലിഗോപോളി നോക്കാം, ഫ്യൂ സ്ട്രോങ് പ്ലെയേഴ്സ്. മോണോപോളിയിൽ 1 ഡോമിനന്റ് പ്ലെയർ, ഡുവോപോളിയിൽ 2 key rivals. ഓക്കെ, ഇനി 5 മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് വിത്ത് ആൻ ഇന്ത്യൻ എക്സാമ്പിൾ. ഇന്ത്യൻ എക്സാമ്പിളിൽ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞുതരാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ ലോക്കൽ വെജിറ്റബിൾ മാർക്കറ്റ്സ്, ഫാർമർ സെല്ലിംഗ് വീറ്റ്. ഓക്കെ, ഇനി മോണോപോളിസ്റ്റിക്കിൽ കഫേ, കോഫി ഡേ, ലാക്മി, ബാറ്റ. ഒലിഗോപോളിയിൽ ജിയോ, എയർടെൽ, വി ടെലികോം ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. ഇനി മാരുതിയും ടാറ്റയും കാർ ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. മോണോപോളിയിൽ IRCTC, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI അല്ലേ. അപ്പോൾ ഇനി ഡുവോപോളിയിൽ സൊമാറ്റോ വേഴ്സസ് സ്വിഗ്ഗി, വിസ വേഴ്സസ് മാസ്റ്റർ കാർഡ് ഇൻ കാർഡ് നെറ്റ്വർക്ക്സിൽ. ഓക്കെ, ഇനി വൈ ദിസ് മാറ്റർ ഫോർ ഇൻവെസ്റ്റേഴ്സ്. നമ്മളൊരു നിക്ഷേപകരുടെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ഇത് എന്ത് ഗുണമാണ് ഈ ഒരു നോളജ് അറിയുന്നതിലൂടെ കിട്ടുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. മോണോപോളി ആൻഡ് ഡുവോപോളി സ്റ്റോക്സ് ഓഫൻ ഹാവ് സ്റ്റഡി പ്രോഫിറ്റ്സ്. അതായത് മോണോപോളി എന്ന് പറയുമ്പം അതായത് ഒരു കീ പ്ലെയറേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാളാണ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡുവോപോളി ഉണ്ട് അല്ലേ, 2 ആളാണ് പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് എന്താ പറയുക പ്രോഫിറ്റ് ശക്തമായിട്ട് കൂടാനുള്ള, ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ശക്തമായിട്ട് കൂടാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഒലിഗോപോളീസ് ടെൻഡ് ടു സർവൈവ് എക്കണോമിക് ഡൗൺ ടേൺസ് ബെറ്റർ, ഹെൽപ്സ് യു ചൂസ് ബെറ്റർ ലോങ് ടേം സ്റ്റോക്സ്. അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കമ്പനീസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാക്ടർ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് കമ്പനീനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, വൈ ദിസ് മാറ്റർ ഫോർ എന്റർപ്രണേഴ്സ്. നിങ്ങളൊരു സംരംഭകരുടെ പേഴ്സ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് അതും ഈ ഒരു നോളജ് അറിയുന്നതിലൂടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇനി സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 8 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. സ്ട്രക്ചർ അഫക്ട്സ് യുവർ പ്രൈസിങ് സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ്. അപ്പം നിങ്ങൾ ഏത് സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രക്ചറിലാണ് നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ നിങ്ങൾ നോക്കണം. എന്നിട്ട് അതിന് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ അതിന് ഏത് പ്രൈസിങ് പോളിസിയാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, യു നീഡ് ഡിഫറെൻറ്റ് ടാക്ടിക്സ് ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ്. എല്ലാ മാർക്കറ്റിലും ഡിഫറെൻറ്റ് ടാക്ടിക്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നിർണ്ണയിക്കുന്ന ഘടകത്തിലായാലും, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൽ നിന്ന് ടോട്ടൽ എത്ര പൈസ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിലും അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് സഹായിക്കുന്നത് ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നിങ്ങൾ എന്താ പറയുക മനസ്സിലാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഓക്കെ, ചൂസ് ദ റൈറ്റ് സ്പേസ് ബിഫോർ ബിൽഡിംഗ് യുവർ സ്റ്റാർട്ടപ്പ്. ഓക്കെ,
ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആളാണ്. ബൈജൂസിനെ ഒഴിച്ചിട്ട് ബൈജൂസ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടും നെഗറ്റീവായിട്ട് പോയിട്ടുണ്ട്, നഷ്ടത്തിലാണ്. കംപ്ലീറ്റ് കമ്പനി ഏകദേശം ബാങ്ക്രപ്റ്റ് സ്റ്റേജിൽ തന്നെയാണുള്ളത് അല്ലേ. അപ്പം മറ്റേത് സെറോദയാണ്, ഇത് ക്രെഡാണ്. കുനാൽ ഷാ എന്ന് തോന്നുന്നു ഇയാളുടെ പേര്. ഓക്കെ, നടുക്കുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇൻ ബിസിനസ് നോയിങ് ദ ബാറ്റിൽ ഫീൽഡ് ഈസ് ഹാഫ് ദ വിക്ടറി. അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു മേഖല, അതായത് നിങ്ങൾ ഏത് മേഖലയിലാണ് ബിസിനസ് തുടങ്ങാൻ പോകുന്നത് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾ ഓൾറെഡി 50% പ്രോബ്ലം സോർട്ട് ഔട്ട് ആക്കി. ബാക്കി 50% വേണ്ടി നിങ്ങൾ ഇനി പണിയെടുത്താൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞ ഈ ക്യൂട്ടിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നമ്മൾ പറഞ്ഞ ഈ ഏത് സ്ട്രക്ചറാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും, അല്ലെങ്കിൽ വിച്ച് സ്ട്രക്ചർ ഡസ് യുവർ ബിസിനസ് ഓർ ജോബ് ഫാൾ ഇൻ ടു, അതായത് ഏത് സ്ട്രക്ചറാണ് നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ ജോബോ ഉള്ളത് എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.